എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് നൽകിയ അനുമതി സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. വ്യവസായ മേഖലാ പ്രഖ്യാപനവും റദ്ദാക്കി. പദ്ധതിയുമായി ഇനി സഹകരിക്കില്ല. നിലപാട് ഹൈക്കോടതിയെ അറിയിച്ചു. പിണറായി സർക്കാരിന് നാളെ 100ാം ദിനാഘോഷം. ജീവനക്കാരുടെ ബോണസ് പരിധി ഉയർത്താൻ മന്ത്രിസഭാ തീരുമാനം. മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന് പിണറായി വിജയൻ. ആഭ്യന്തര വകുപ്പ് വൻ പരാജയമെന്ന് VM സുധീരൻ. നികുതി വെട്ടിപ്പ് കേസിൽ KM മാണിക്കെതിരെ FIR. ആയുർവേദ കോസ്മെറ്റിക് നിർമ്മാതാക്കൾക്ക് നികുതി ഇളവ് നൽകി കോടികളുടെ നഷ്ടമുണ്ടാക്കി. ഇറച്ചിക്കോഴി കച്ചവടക്കാർക്കും അവിഹിത ഇളവ് നൽകി. മാണിയുടേത് ക്രിമിനൽ ഗൂഢാലോചനയെന്ന് വിജിലൻസ്. മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്ത് സർക്കാരിന്റെ വിചിത്ര ഉത്തരവ്. മണലും ചെമ്മണ്ണും മെറ്റലും കടത്തുന്ന ലോറികൾ വഴിയിൽ തടയരുതെന്ന് ആഭ്യന്തര വകുപ്പ്. തടഞ്ഞാൽ നടപടി. ജനവിരുദ്ധ നടപടികൾ തുടരുമെന്നതിന്റെ സൂചനയെന്ന് രമേശ് ചെന്നിത്തല. പ്രാർത്ഥനാവകാശം വേണ്ടെന്ന വാദവുമായി നവമാധ്യമങ്ങളിൽ സ്ത്രീകളുടെ റെഡി ടു വെയിറ്റ് ക്യാമ്പയിൻ. ശബരിമല കയറാൻ 55 വയസ്സ് വരെ കാത്തിരിക്കാമെന്ന് പാരമ്പര്യവാദികൾ. എതിർപ്പുമായി പരിഷ്കരണവാദികളും. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് VV ദക്ഷിണാമൂർത്തി അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ട്. വിടവാങ്ങിയത് പാർട്ടി സൈദ്ധാന്തിക രംഗത്തെ സൗമ്യ സാന്നിധ്യം. തീരാനഷ്ടമെന്ന് കോടിയേരി. ഓൾ ഇന്ത്യ റേഡിയോ ബലൂച്ചി ഭാഷയിൽ സംപ്രേഷണം ചെയ്യാനൊരുങ്ങുന്നു. കേന്ദ്രാനുമതി കിട്ടിയെന്ന് റിപ്പോർട്ട്. ബലൂചിസ്ഥാനിൽ പാക് വിരുദ്ധ പ്രക്ഷോഭം ശക്തമാകുന്നു. ബലൂചിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് അക്ബർ ബുക്തി. സ്ത്രീകൾക്ക് ശബരിമല ഉൾപ്പെടെ എല്ലായിടത്തും പ്രവേശനം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയ റൈറ്റ് ടു പ്രേ ക്യാമ്പയിന് മറുപടിയായി റെഡി ടു വെയിറ്റ് ക്യാമ്പയിൻ ശക്തം. ശബരിമലയിൽ കയറാൻ കഴിയുന്ന പ്രായം വരെ കാത്തിരിക്കാൻ തയ്യാറാണെന്നാണ് ഈ ക്യാമ്പയിൻകാരുടെ വാദം. ഹാജി അലി ദർഗിലേക്ക് സ്ത്രീ പ്രവേശനം അനുവദിച്ച മുംബൈ ഹൈക്കോടതി വിധി പുതിയ സംവാദങ്ങൾക്കാണ് വഴി തുറന്നത്. ശബരിമലയടക്കമുള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീ പ്രവേശനത്തിനു വേണ്ടി നിയമപോരാട്ടം തുടരുന്നതിനിടയിലാണ് മുംബൈ ഹൈക്കോടതി വിധി വന്നത്. ദേശീയ തലത്തിൽ സ്ത്രീ പ്രവേശനത്തിനായി റൈറ്റ് ടു പ്രേ എന്ന പ്രചരണം ശ്രദ്ധ നേടിയപ്പോഴും കേരളത്തിൽ ഒരു ചലനവും സൃഷ്ടിച്ചിരുന്നില്ല. എന്നാൽ കേരളത്തിൽ ഉൾപ്പെടെ പുതിയൊരു ഓൺലൈൻ പ്രചാരണം ശക്തമാവുകയാണ്. റെഡി ടു വെയിറ്റ് എന്ന ഹാഷ്ടാഗിന് പിന്നിൽ RSS നേതൃത്വത്തിലുള്ള ഹൈന്ദവ സംഘടനകളാണ്. ശബരിമലയിൽ ഒരു പ്രത്യേക പ്രായപരിധിയുള്ള സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനാനുമതി നിഷേധിക്കുന്നുള്ളൂ. ശബരിമലയിൽ വീണ്ടും പോകാനുള്ള പ്രായമെത്തുന്നവരെ അയ്യപ്പനെ കാണാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്നാണ് റെഡി ടു വെയിറ്റ് എന്ന പ്രചരണത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. നിരീശ്വരവാദികൾ എന്തിനാണ് ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും കൈകടത്തുന്നതെന്നും ഇവർ ചോദിക്കുന്നുണ്ട്. ഇതിനകം തന്നെ റെഡി ടു വെയിറ്റ് പ്രചരണം ദേശീയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ശബരിമലയിലേതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളിലും പൊതുവിടത്തും സജീവ ചർച്ചകളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാബാലനെ പോലുള്ള പ്രമുഖർ റൈറ്റ് ടു പ്രേ എന്ന പ്രചരണത്തിന് അനുകൂലമായി രംഗത്ത് വന്നിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമൂഹത്തിൽ തുല്യ അവസരം ലഭിക്കണമെന്നും ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോഴെങ്കിലും ഉയർന്നു വരുന്നത് നല്ലതാണെന്നും വിദ്യാബാലൻ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ ശ്രീ രാഹുൽ ഈശ്വർ, സ്വാമി സന്ദീപാനന്ദഗിരി, ശ്രീമതി OM ശാലീന മഹിളാ മോർച്ച നേതാവ്, ശ്രീമതി TN സീമ CPIM നേതാവ് എന്നിവരെയാണ് ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നത്. ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, നമ്മൾ മുൻപും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ മഹാരാഷ്ട്രയിൽ സ്ത്രീ പ്രവേശനത്തിനു വേണ്ടി നടന്ന ക്ഷേത്രപ്രവേശന സമരങ്ങൾ വിജയിച്ചതും ഹാജി അലി ദർഗയിലെ ക്ഷേത്രപ്രവേശനം സംബന്ധിച്ച ഹൈക്കോടതി വിധി വന്നതും പശ്ചാത്തലത്തെ ആകെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ തലത്തിൽ തന്നെ ക്യാമ്പയിനുകൾ അരങ്ങേറുന്നത്. ശബരിമലയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരവകാശമാണ് എന്ന് കരുതുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾക്ക് 50 വയസ്സ് കഴിഞ്ഞ് മാത്രം കയറിയാൽ മതി, അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് കരുതുന്നവർ കാത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ നമുക്ക്? സ്ത്രീകൾ കയറാറില്ല എന്നുള്ളത് ഒരു വ്യാജ പ്രചരണമാണ്. ഒരു പ്രൊപ്പഗാൻഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആംഗിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ട്രൂത്തുകൾ, അർത്ഥ സത്യങ്ങളെ എടുത്ത് അത് സത്യങ്ങളെ പോലെ അവതരിപ്പിക്കുക. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ശബരിമലയിൽ വരുന്നത്. ശബരിമലയിൽ യുവതികൾക്കായി പ്രായ നിയന്ത്രണം മാത്രമേ ഉള്ളൂ. ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഇത് ആർട്ടിക്കിൾ 14 കീഴെ വരുന്നതാണ് എന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് പലരും ക്യാമ്പയിൻ ചെയ്യുന്നത്. റെഡി ടു വെയിറ്റ് കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായ ഹിന്ദുവിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ഇന്നലെ ശ്രീ അർണബ് ഗോസ്വാമിയോടൊപ്പം ദേശീയ തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. യാതൊരു സ്വാധീനവുമില്ലാത്ത നമ്മുടെ 4 or 5 സ്ത്രീരത്നങ്ങൾ ഇരുന്ന് അർണബ് ഗോസ്വാമിയെ പോലുള്ള വലിയൊരു മീഡിയ പുലിയെ 70-30 തോൽപ്പിച്ചത്. അവർ ഒരു ദിവസം മുഴുവൻ ക്യാമ്പയിൻ ചെയ്തിട്ടും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. കാര്യം സാധാരണ ഇന്ത്യക്കാർ ഞങ്ങളോടൊപ്പമാണ്. അല്ല, ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ രണ്ട് കാര്യങ്ങൾ. ശബരിമലയിൽ പ്രവേശന നിയന്ത്രണമുള്ളത് യുവതികൾക്കാണ് എന്നുള്ള കാര്യം മലയാളികൾക്ക് എന്തായാലും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആർക്കെങ്കിലും അതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുകയില്ല. യുവതികൾ
എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു ടെലിവിഷൻ ചാനലിലെ ചർച്ചയിൽ പ്രേക്ഷകർ എങ്ങനെ വോട്ട് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഭരണഘടന വ്യാഖ്യാനിച്ചാണ് ഹാജി അലി ദർഗയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടത്. സമാനമായ ഒബ്സർവേഷൻസ് ആണ് ശബരിമല കേസിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. ആ കേസ് പുരോഗമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ എന്തു പറഞ്ഞു, പ്രേക്ഷകർ എങ്ങനെ വോട്ട് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. ആർട്ടിക്കിൾ 14, 15, 21, 25 ഒക്കെ അനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ടെങ്കിൽ അത് ലഭിക്കുക. ഇന്ന് കേരള TV ചാനലുകളിലെ ഏറ്റവും നല്ല ആങ്കേഴ്സിൽ ഒന്നാണ് അഭിലാഷ്. പക്ഷേ അഭിലാഷ് ഈ വിഷയത്തിൽ വിദഗ്ധമായി കള്ളം പറയുകയാണ്. റിപ്പോർട്ടർ ചാനൽ എഴുതിയിരിക്കുന്നത് പച്ചക്കള്ളമാണ്. എവിടെയാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം? നിങ്ങൾക്ക് അങ്ങനെ സത്യസന്ധതയുണ്ടെങ്കിൽ ശബരിമല യുവതി പ്രവേശന വിഷയം എന്ന് എഴുതൂ. ചോദിക്കുമ്പോൾ ശബരിമലയിൽ യുവതികൾ കയറട്ടെ എന്ന് ചോദിക്കൂ. പക്ഷേ അത് പറയില്ല. കാര്യം യുവതി എന്ന് പറഞ്ഞാൽ ഗുമ്മില്ല, സ്ത്രീ എന്ന് പറഞ്ഞാൽ മാത്രമേ ആർട്ടിക്കിൾ 14 കൊണ്ടുവരാൻ കഴിയൂ. ഈ കേസ് ആർട്ടിക്കിൾ 25 അടിയിലാണ് വാദിക്കുന്നത്. മലയാളിയായ ജഡ്ജി സുപ്രീം കോടതിയിലെ കുര്യൻ ജോസഫ് അടക്കം പലതവണ ചൂണ്ടിക്കാട്ടി ഇത് നമ്മൾ ഇടപെടേണ്ട കാര്യമല്ല, വിശ്വാസത്തിന്റെ കാര്യമാണ്. ഇത് സുപ്രീം കോടതിയുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഒരു സുപ്രീം കോടതി ജഡ്ജിയായ ദീപക് മിശ്ര ഇതിനെ ശബരിമലയെ എതിർക്കുന്നു, കുര്യൻ ജോസഫ് ശബരിമലയെ അനുകൂലിക്കുന്നു. സുപ്രീം കോടതി വിധി വരട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് പോട്ടെ. ഈ നാട്ടിലെ ഭക്തർ ശക്തമായി സ്വാധീനിക്കുന്നു. ഒരു TV ചാനലിലെ ചർച്ച എന്ന് നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ അടക്കം വിലറുച്ച് കാണരുത്. ഇന്ത്യയിലെ ജനത വിശ്വാസത്തോടൊപ്പമാണ്, ആർട്ടിക്കിൾ 25നോടൊപ്പമാണ്. ചരിത്രത്തിൽ എവിടെങ്കിലും എന്തെങ്കിലും വിശ്വാസത്തിന്റെ പേരിൽ തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ചരിത്രത്തിൽ ഒരിക്കലും ജാതീയതയില്ല, വർഗീയതയില്ല, ആരാധനാലയത്തിൽ നിന്ന് വിലക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 25 സ്ത്രീകളെ ഏതെങ്കിലും ആരാധനാലയത്തിൽ നിന്ന് വിലക്കുന്നുണ്ടോ? അഭിലാഷ്, എന്തിനാണ് വീണ്ടും വീണ്ടും സ്ത്രീകൾ എന്ന് പറയുന്നത്? നിങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നത്? ശരി, 10 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളെ 10 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് വിലക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 25 അതറിഞ്ഞാൽ മതി. എന്നാലും യുവതി എന്ന് പറയില്ല, എന്നാലും അഭിലാഷ് മാറ്റി പറയില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല. പിന്നെ 2, അഭിലാഷിനേക്കാൾ നിയമം അറിയാവുന്ന കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പരിപൂർണനും ജസ്റ്റിസ് മാരാറുമല്ലേ ശബരിമലയുടെ ആചാരം ശരിയാണെന്ന് വിധി തന്നത്? അതെന്താ അവർക്ക്? 1991 അതിനുശേഷം ആരാധനാലയങ്ങളിലെ പ്രവേശനം സംബന്ധിച്ച എത്രയോ വിധികൾ സമാനമായ കേസുകളിൽ വന്നു. ശ്രീ രാഹുൽ ഈശ്വർ, 1991 അങ്ങനെ വിധി ഉണ്ടാകാം. അതിനുശേഷം എത്രയോ വിധികൾ സമാനമായ കേസുകളിൽ വന്നു. അതുകൊണ്ട് നമ്മൾ യുവതികൾ സ്ത്രീകൾ എന്നുള്ള തർക്കത്തിൽ ഞാൻ തൽപരനല്ല. 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ പ്രവേശനം ശരി, അങ്ങനെ തന്നെ 10 മുതൽ 50 വരെയുള്ള സ്ത്രീകൾക്കാണ് പ്രവേശന വിലക്കെന്ന് ഈ ചർച്ച കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. ഞാൻ തെറ്റിദ്ധരിപ്പിച്ചാൽ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം മണ്ടന്മാരായിട്ടുള്ള ആളുകളല്ലല്ലോ ഇത് കേൾക്കുന്നത്. ആർട്ടിക്കിൾ 25 എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും ഏജ് കാറ്റഗറിക്ക് ഏതെങ്കിലും ആരാധനാലയത്തിൽ പ്രവേശിക്കാൻ വിലക്ക് ഏർപ്പെടുത്താമെന്ന് പറയുന്നുണ്ടോ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25, 26 പ്രകാരം ടെമ്പിൾ എന്ന് പറയുന്നതും ആരാധനാലയം എന്ന് പറയുന്നതും അതത് വിശ്വാസികളുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. DTയുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. ടെമ്പിൾ ഒരു പബ്ലിക് പ്ലേസ് അല്ല, ടെമ്പിൾ ഒരു പാർക്ക് അല്ല, ടെമ്പിൾ ഒരു പൊതുസ്ഥലമല്ല. DTയുടെ പ്രൈവറ്റ് പ്ലേസ് ആണ് പൊതു ആരാധനയ്ക്ക്. ഈ വ്യത്യാസം അറിയാതെ ഇത് പബ്ലിക് പ്ലേസ് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. ആർട്ടിക്കിൾ 25 തന്നിരിക്കുന്ന DTയുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, വിശ്വാസികളുടെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, അവയ്ക്ക് സമാനമായ റെഗുലേഷൻസ് വെക്കാനുള്ള ഒരു അധികാരമുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പ്രായ നിയന്ത്രണമില്ലേ? ഇന്ത്യയിൽ ഇലക്ഷൻ മത്സരിക്കാൻ പ്രായ നിയന്ത്രണമില്ലേ? കല്യാണത്തിന് പ്രായ നിയന്ത്രണങ്ങളില്ലേ? ആണിനും പെണ്ണിനും വേറെ വേറെ പ്രായ നിയന്ത്രണം കല്യാണത്തിനുണ്ടല്ലോ. യാതൊരു തരത്തിലും തുലനം ചെയ്യാൻ കഴിയാത്ത 2 കാര്യങ്ങളാണ് ഈ പറയുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ലംഘനമാകുമോ? ആർട്ടിക്കിൾ 14 വരാം. ആർട്ടിക്കിൾ 25 തന്നെ പറയുന്നത് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ ആണ്. അക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട് ആർട്ടിക്കിൾ 25(2)(b). Nothing in this article shall affect the operation of any existing law or prevent the state from making any law providing for social welfare and freedom or the throwing open of Hindu religious institution of a public character to all classes and sections of Hindus. എല്ലാ ഹിന്ദുക്കൾക്കുമായി ഹിന്ദു ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കുന്നത് സംബന്ധിച്ച നിലവിലുള്ള നിയമങ്ങളെയോ ഇനി നടത്താനിരിക്കുന്ന നിയമനിർമ്മാണങ്ങളെയോ ആർട്ടിക്കിൾ 25 ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതിലാണ് താങ്കൾ തർക്കിക്കുന്നത്. വളരെ കറക്റ്റ്. ഹൈക്കോടതിയിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഒരു ക്ലാസ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല.
ഒരു ക്ലാസ് എന്ന വാക്ക് വേണമെങ്കിൽ അത് സ്ത്രീ ആകണം, പിന്നോക്ക വിഭാഗമാകണം, പുരുഷനാകണം. ഇത് വെറും ഒരു റെഗുലേഷൻ ആണ്. ആ കാര്യങ്ങൾ കോടതിയിൽ സൂചിപ്പിക്കും. ഇത് ഹൈക്കോടതി വാലിഡേറ്റഡ് ആണ്. സുപ്രീം കോടതി മുമ്പ് 2 തവണ കേസ് വേണ്ടെന്ന് പറഞ്ഞ് തെളിയതാണ്. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ശബരിമലയെ അനുകൂലിക്കുമ്പോൾ ദീപക് മിശ്ര എതിർക്കുന്നു. നിങ്ങൾക്ക് ദീപക് മിശ്രയുടെ വാർത്ത മാത്രമേ കൊടുക്കാൻ താല്പര്യമുള്ളൂ. കുര്യൻ ജോസഫ് അക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ തീർപ്പ് വരട്ടെ. സ്വാമി സന്ദീപാനന്ദഗിരി, ഇന്ത്യൻ ഭരണഘടന പറയുന്നത് എല്ലാ ഹൈന്ദവ ആരാധനാലയങ്ങളും എല്ലാ വിശ്വാസികൾക്കുമായി, അതായത് എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സെക്ഷൻസിലും പെട്ട എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക എന്നത് സംബന്ധിച്ച നിലവിലുള്ള നിയമങ്ങളെയോ വരാനിരിക്കുന്ന നിയമങ്ങളെയോ ഒരിക്കലും ആർട്ടിക്കിൾ 25 അഫക്റ്റ് ചെയ്യില്ല എന്നാണ്. അതായത് അതിൻ്റെ പൊതുതത്വം എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുന്നു എന്നാണ്. ശബരിമലയുടെ കാര്യത്തിൽ പക്ഷേ ട്രഡീഷൻ അങ്ങനെയല്ല, പാരമ്പര്യം അങ്ങനെയല്ല. മുൻപ് കേസുകൾ കോടതിയിൽ വന്നപ്പോൾ പാരമ്പര്യത്തിന് അനുകൂലമായാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നു. അങ്ങനെ കേസ് നടന്നാലും വല്ല വിശേഷവും ഉണ്ടാകുമോ? അതെ, നമുക്ക് അഭിലാഷ് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് ഓരോരോ വിധത്തിൽ വരുമായിരിക്കാം. അതിന് പല ഘടകങ്ങൾ സ്വാധീനിക്കും അതത് ജഡ്ജിനെ. പക്ഷേ ഇതൊരു ഇപ്പം നമ്മൾ ഐതിഹ്യത്തെക്കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒന്നെന്താണ്, അതിലേക്ക് നമ്മൾ ചെന്നെത്തണമല്ലോ. ഇപ്പോൾ യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക്, അതായത് യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ, അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിട്ടുണ്ടോ? അതായത് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരികമായ ഗ്രന്ഥം എന്ന് പറയുന്നത് തന്ത്ര സമുച്ചയവും പിന്നീടുള്ള ശേഷ സമുച്ചയം എന്ന് പറയുന്ന 2 ആധികാരിക കൃതികളാണ്. ഈ തന്ത്ര സമുച്ചയത്തിലോ അല്ലെങ്കിൽ ശേഷ സമുച്ചയത്തിലോ ശാസ്താവിനെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ, ശാസ്താവ് എന്നുള്ള രൂപത്തിലാണ് അതവിടെ കാണുക, ഈ ശാസ്താ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് യുവതികൾക്ക് പ്രവേശനം നിഷിദ്ധമാണെന്ന്, യുവതികൾ അവിടെ പ്രവേശിക്കാൻ പാടില്ലാത്ത വിധത്തിലാണ് ക്ഷേത്രത്തെ രൂപകൽപ്പന ചെയ്തത് എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറിച്ച് ആ അയ്യപ്പൻ്റെ ധ്യാന ശ്ലോകം തന്നെ, അപ്പോൾ അയ്യപ്പനെ സംബന്ധിച്ച്, ശാസ്താവിനെ സംബന്ധിച്ച് 2 ഭാര്യമാരുണ്ട് എന്ന്. ഇപ്പോഴും ഈ ശാസ്താവിനെയും അയ്യപ്പനെയും വേർതിരിച്ച് വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. ഇനി ചർച്ച അതിൽ തന്നെ നടക്കാനുണ്ട്. എന്നിരിക്കെ ഇപ്പോൾ ശാസ്താവിന് 2 ഭാര്യമാരെന്നും അതുപോലെ ഒരു ഭാര്യയാണ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും ധ്യാന ശ്ലോകത്തിൽ, അവിടുത്തെ മൂർത്തിയുടെ ധ്യാന ശ്ലോകത്തിൽ ശാസ്താവിൻ്റെ ഭാര്യയായിട്ട് പറയുന്നത് പ്രഭ എന്നാണ്, സത്യകൻ എന്ന് പറയുന്ന പുത്രനും. അപ്പോൾ പ്രഭയോടും സത്യകനോടും കൂടിയിട്ടാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠാ സങ്കല്പം അവിടെ ഇരിക്കുന്നത്. മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് മാളിക മുകളിൽ പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ്. ശരിക്കും അത് കാളി ദുർഗാ പ്രതിഷ്ഠയാണ്, അത് ദേവി പ്രതിഷ്ഠയാണത്. അതിൽ അയ്യപ്പന് പ്രേമോ ഇത്യാദികളൊക്കെ ഉണ്ടാക്കിയത് പിൽക്കാലത്ത് കടന്നു വന്ന കഥകളാണ്. വാസ്തവത്തിൽ അതിനൊന്നും ഒരു ശാസ്ത്രത്തിൻ്റെ സമ്മതിയുള്ളതല്ല. മാത്രമല്ല, നമ്മൾ ഇതിൽ വിട്ടുപോകുന്ന ഒരു പ്രധാന കാര്യം, ശബരിമല എന്ന് പറയുമ്പം ആദ്യം തന്നെ വരുന്ന നാമം തന്നെ എന്താണ്? ശബരിയുടെ നാമമാണ്. ഇന്ത്യയിൽ സ്ത്രീയുടെ പേരിൽ ഒരു ഇതുപോലെ ഒരു ശബരിഗിരി, അല്ലെങ്കിൽ ശബരിഗിരി എന്ന് അതിൻ്റെ ശരിയായിട്ടുള്ള നാമം, ഗിരി എന്ന് പറഞ്ഞാൽ മല നമുക്കറിയാം. അപ്പോൾ ഈ ശബരിഗിരി എന്ന് പറയുന്ന ശബരി തപസ് ചെയ്ത സ്ഥലമാണ്, ശബരിയുടെ വലിയൊരു ജീവിതകാലം കഴിച്ച സ്ഥലമാണ്. അവിടെ വെച്ച്, ആ പ്രദേശത്ത് വെച്ച് ശബരി രാമനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രാമനോട് പറയാണ്, ശ്രീരാമനോട്, കാരണം നമ്മൾ ഐതിഹ്യമാണ് പറയുന്നത്, പുരാണമാണ് പറയുന്നത്, കാരണം അതിന് വിരുദ്ധമായതാണ് ഇപ്പം നടക്കുന്ന പ്രസ്താവനകൾ മുഴുവൻ. അപ്പം അവിടെ ശബരി രാമനോട് പറയാണ്, ഞാനൊരു സ്ത്രീയാണ്, കേവലം സ്ത്രീയായ, അതും പഴയ ഒരു കാട്ടുജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് എൻ്റെ പൂജ ഭഗവാനെ എങ്ങനെയാണ് തൃപ്തിയാവുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതിന് അധികാരിയാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. അതിന് രാമൻ പറയുന്ന ഉത്തരം സ്ത്രീയെന്നോ പുരുഷനെന്നോ, ഈവൻ രാമൻ പറയുന്നത് അതായത് മനുഷ്യജാതിയിൽ തന്നെ പെടണമെന്നില്ല, മൃഗങ്ങൾക്ക് പോലും ശ്രദ്ധയോടുകൂടിയുള്ള ഭക്തിയുണ്ട് എങ്കിൽ അവരെന്നെ ഉപാസിക്കാൻ യോഗ്യരാണ് എന്ന്
പറഞ്ഞിട്ടുള്ള ഒരു ഇടമാണ് ശബരിമല. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കൽപ്പിച്ചു കൊടുത്ത, ശ്രീരാമനാൽ കൽപ്പിക്കപ്പെട്ട ഒരു വലിയ ഒരു സ്ഥലത്തെയാണ് നമ്മൾ ഈ വിവാദ ഭൂമിയാക്കി യുവതികൾക്ക് തലങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് സമഗ്രമായി പോകാൻ സാധിക്കുകയില്ല. നമ്മുടെ മുൻപിലുള്ള വിഷയത്തിലേക്ക് തിരികെ വരേണ്ടതുണ്ട്. ശ്രീമതി ശാലീന, കേരളത്തിലെ സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴത്തെ ആചാരങ്ങളിൽ മാറ്റം വേണ്ട എന്ന് കരുതുന്നവരായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരാരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്നൊരു സ്ത്രീയോ പുരുഷനോ ആരായാലും ആഗ്രഹിച്ചാൽ അവർക്കതിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ടല്ലോ. ഭരണഘടനയ്ക്ക് മുൻപിൽ എല്ലാവരും തുല്യരാണ്. ഭരണഘടന വിവേചനത്തിന് എതിരായ അവകാശം ഓരോ പൗരനും നൽകുന്നുണ്ട്. അപ്പോൾ ഒരു പൗരൻ അല്ലെങ്കിൽ പൗര അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ തീരുമാനിച്ചാൽ അതിന് തടയുക എന്നുള്ളത് സാധ്യമാണോ? ആരാധന എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൽ അടിസ്ഥിതമായിരിക്കണം. വിശ്വാസമുണ്ടെങ്കിലാണ് ഒരു അമ്പലത്തിൽ നമ്മൾ പോകുന്നത്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ശബരിമല ക്ഷേത്രത്തിന് മറ്റു ക്ഷേത്രങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലാണ്. 41 ദിവസത്തെ തുടർച്ചയായ വ്രതം എടുത്തതിന് ശേഷമാണ് അയ്യപ്പന്മാർ ശബരിമല കയറുന്നത്. അത് കുട്ടികളായാലും ഇപ്പം പ്രായമായതിനു ശേഷം പോകുന്ന സ്ത്രീകളായാലും അവർ 41 ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് പോകുന്നത്. ആ വ്രതത്തിന് ഇടക്കാലത്ത് വരുന്ന ഒരു സ്ത്രീയുടെ, ഒരു യുവതിയുടെ ജീവിതത്തിൽ ഇടക്കാലത്ത് വരുന്ന ആർത്തവകാലം ഭംഗം വരുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ചടങ്ങ് പൂർത്തിയാക്കി ശബരിമലയിലേക്ക് പോകാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് കഴിയാതെ വരുന്നത്. അപ്പം അതുകൊണ്ട് ഒരു അമ്പലത്തിൽ അങ്ങനെ അയ്യപ്പന്റെ ക്ഷേത്രങ്ങൾ ധാരാളം കേരളത്തിലുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ഒന്നും പോകാൻ സ്ത്രീകൾക്ക് വിലക്കില്ല. ഇനി നിങ്ങൾ പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആരാധിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയാം, കേരളത്തിലുള്ള സ്ത്രീകൾ പൊതുവെ ആർത്തവമുള്ള സമയത്ത് അമ്പലങ്ങളിൽ പോകാത്തവരാണ്. ഇനി അവകാശം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആർത്തവമുള്ള സമയത്തും സ്ത്രീകൾ അമ്പലത്തിൽ പോകാൻ അവകാശം വേണം എന്ന് കേരളത്തിലെ സ്ത്രീകൾ അവകാശം പറയില്ല. കാരണം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് വിശ്വാസവും നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. വിശ്വാസം എന്ന് പറയുന്നത് വേറെയാണ്. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ ഉണ്ടായിരിക്കില്ല. പക്ഷേ ആരാധന നമുക്ക് നടത്തുമ്പോൾ അതിൻ്റെ വിശ്വാസങ്ങളോട് കൂടി ചേർന്നിട്ട് നടത്തുമ്പോഴാണ് ഏതൊരു ഭക്തനും അതിൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മസംതൃപ്തി ലഭിക്കുന്നത്. ആ ആത്മസംതൃപ്തിയോടുകൂടി ശബരിമലയിലേക്ക് പോകാൻ സ്ത്രീകൾ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ കോടതി വിധികളോ ഒന്നുമല്ല വായിക്കേണ്ടത്, സ്ത്രീകളുടെ വിശ്വാസമാണ്. തീർച്ചയായും വ്യക്തിപരമാണ് വിശ്വാസങ്ങൾ, കാത്തിരിക്കാൻ തയ്യാറാണ് എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അതിനെ മാനിക്കണം. പക്ഷേ കാത്തിരിക്കാൻ തയ്യാറല്ലാത്ത ഒരാളുടെ കാര്യത്തിൽ എന്ത് എന്നുള്ളതാണ് നമ്മളുടെ മുൻപിലുള്ള ചോദ്യം. ശ്രീ രാഹുൽ ഈശ്വർ, സമാനമായ പ്രശ്നം ഇന്ത്യയിലെ നിരവധി ആരാധനാലയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്പലത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കാത്തിരിക്കാൻ തയ്യാറാവണം. അല്ല, അങ്ങനെ നിർബന്ധിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ രാഹുൽ ഈശ്വർ. പക്ഷേ കോടതിക്ക് മുൻപാകെ ഒരു പൗരന്റെ അവകാശവുമായി വരുമ്പോൾ കോടതി പറയുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടേ? തെറ്റിദ്ധാരണയാണത്. ഏത്? നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയുകയാണ്. അമ്പലം എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലേസ് അല്ല. ഈ സാധനങ്ങളെല്ലാം പബ്ലിക് പ്ലേസുകൾക്കല്ലേ ആപ്ലിക്കബിൾ ആവൂ. അമ്പലം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്പേസ് ഓഫ് ദി ഡീറ്റി ഫോർ പബ്ലിക് വർഷിപ്പ് ആണ്. ഈ വ്യത്യാസം പലർക്കും മനസ്സിലാവുന്നില്ല. ഭരണഘടന ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ഭരണഘടന ശ്രീ രാഹുൽ ഈശ്വർ, ഭരണഘടന ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പബ്ലിക് ക്യാരക്ടർ ഓപ്പൺ ടു ഓൾ ക്ലാസസ് ആൻഡ് സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് എന്നാണ് ഹിന്ദു ആരാധനാലയങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പബ്ലിക് ക്യാരക്ടർ ടു ഓൾ ക്ലാസസ് ആൻഡ് സെക്ഷൻസ് ഓഫ് ഹിന്ദു. അപ്പോൾ ഹിന്ദുവായ ഒരാൾക്ക് നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാണ് എൻട്രി തടയുക? പബ്ലിക് ക്യാരക്ടർ, പബ്ലിക് പ്ലേസ് അല്ല. അതാ പബ്ലിക് പ്ലേസ് അല്ല, പബ്ലിക് ക്യാരക്ടർ. ശബരിമല പൊതു ആരാധനയ്ക്കുള്ള സ്ഥലമാണ്. പക്ഷേ അതൊരു പ്രൈവറ്റ് സ്പേസ് ഓഫ് ദി ഡീറ്റി ആണ്. ഇത് നിയമത്തിന്റെ സാങ്കേതികത്വമാണ്. ഇന്ത്യൻ നിയമപ്രകാരം, ഞാൻ വിശ്വാസമൊന്നുമല്ല പറയുന്നത്, ധർമ്മശാസ്ത്രങ്ങളൊന്നുമല്ല പറയുന്നത്, ഏതെങ്കിലും എവിടെയും തൊടാത്ത ഗ്യാസ് അല്ല പറയുന്നത്. ഇന്ത്യൻ ലോ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം, അതെന്തുകൊണ്ടാണ് ഷനി ഷിക്നാപൂർ ക്ഷേത്രത്തിന് ബാധകമാകാത്തത്? അതെന്തുകൊണ്ടാണ് ഹാജി അലി ദർഗയ്ക്ക് ബാധകമാകാത്തത്? ഷെനി ഷിക്നാപൂർ ഹാജി അലിയുടെ കേസുകൾ അവർ വാദിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ്. ഹാജി അലി അത് സുപ്രീം കോടതിയാണ് വിധിച്ചത്. രണ്ട്, ഹാജി അലി പള്ളിയുടെ ഉള്ളിൽ ഒരു ഡീറ്റി ഇല്ല.
അതിനുള്ളിൽ ഒരു ടൂമ്പാണ്, ശവമഞ്ചമാണ്. അതെ, അവരുടെ വിശ്വാസം എന്താണ് രാഹുൽ? ആ ശവകുടീരത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ, നിയമത്തിന്റെ ഭാഷയിൽ സ്ത്രീകൾ സ്പർശിക്കരുത്. അതാണ് ആ വിഭാഗത്തിന്റെ വിശ്വാസം. അതാണ് അവർ കോടതിയിൽ വാദിച്ചത്. കോടതി കേട്ടില്ല. കോടതി പറഞ്ഞത് എന്താണ്? കോടതി പറഞ്ഞു ഭരണഘടനാദത്തമായ തുല്യതയാണ് ഇവിടെ പ്രധാനം. ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല. അവരെ സംബന്ധിച്ച് വിശ്വാസമല്ല, ഭരണഘടനയാണ് പ്രധാനമെന്ന് കോടതിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. ശനി ശിക്നാപൂർ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ശ്രീകോവിലാണല്ലോ വാദിക്കുന്നത്. ഞങ്ങൾ വിശ്വാസമല്ല വാദിക്കുന്നത്, നിയമമാണ് കോടതി പറഞ്ഞത്. ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്, ഞാൻ ആർട്ടിക്കിൾ 25 പറയുന്നത്. ബോംബെ ഹൈക്കോടതി കേരള ഹൈക്കോടതിയുടെ മേലിലാണോ? കേരള ഹൈക്കോടതി ശബരിമലയെ അനുകൂലിച്ച് പറഞ്ഞു. ഹാജി അലി കേസിൽ ബോംബെ ഹൈക്കോടതി വേറൊരു നിലപാടെടുത്തു. സുപ്രീം കോടതിയിൽ ദീപക് മിശ്ര ഒരു നിലപാടെടുത്തു. കുര്യൻ ജോസഫ് വേറൊരു നിലപാടെടുത്തു. ഫൈനൽ വിധി വരട്ടെ. പക്ഷെ ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന ആർഗ്യുമെന്റ്സ് ആണ് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 25 പ്രകാരം വിശ്വാസ സംരക്ഷണമുണ്ട്. അതിന് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാം ഉണ്ട്. അതിന്റെ ഭാഗമായി വരുന്ന ചില റെഗുലേഷൻസ് ഉണ്ടാകും. ഞാൻ ആവർത്തിക്കുന്നു രാഹുൽ ഈശ്വർ, ആർട്ടിക്കിൾ 25 നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യം പുരോഗമനപരമായ ഒരു നിയമനിർമ്മാണത്തിന് തടസ്സമല്ല. ആർട്ടിക്കിൾ 25 നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തെ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറന്നു കൊടുക്കുന്നതിന് തടസ്സമില്ല. അത് വ്യാഖ്യാനമല്ല, ഭരണഘടന എഴുതിവെച്ച കാര്യമാണ്. ഭരണഘടന എഴുതിവെച്ച കാര്യമാണ്. എല്ലാ ക്ലാസ്സിലും എല്ലാ സെക്ഷൻസിലും പെട്ട ഹിന്ദുസിനെ കയറ്റണമകത്തെന്ന്. ജസ്റ്റിസ് പരിപൂർണനും ജസ്റ്റിസ് മാരാറിനും ഉണ്ടല്ലോ. അഭിലാഷിനെ കാട്ടി വിവരം ഈ വിഷയത്തിൽ ജസ്റ്റിസ് പരിപൂർണനും ജസ്റ്റിസ് മാരാറിനും ഉണ്ടല്ലോ. അവരെക്കാൾ കൂടുതൽ അറിവുള്ള ആളാണെന്ന് ശ്രീ അഭിലാഷിന് അഭിപ്രായം ഇല്ലല്ലോ. ഇല്ല. ഏറ്റവും വലിയ ദേവസ്വം ബെഞ്ചിലെ ജഡ്ജിയായ ജസ്റ്റിസ് പരിപൂർണനും ജസ്റ്റിസ് മാരാറിനെ കാട്ടി വിവരമുള്ള ആളാണെന്ന് അഭിലാഷിന് അഭിപ്രായം ഇല്ലല്ലോ. ജസ്റ്റിസ് പരിപൂർണന്റെയും 1991 വിധി അന്തിമമല്ലല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. 1991 വിധി അന്തിമമാണോ? ശരി, സുപ്രീം കോടതിയിൽ കേസ് വിധി അന്തിമമാണോ? അല്ല, ഹാജി അലി വിധി 2015 വന്ന വിധിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോടതിയുടെ വിധി വരട്ടെ. സുപ്രീം കോടതിയുടെ വിധി വന്നുകൊള്ളട്ടെ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോടതിയുടെ വിധി വരട്ടെ. സുപ്രീം കോടതിയുടെ വിധി വന്നുകൊള്ളട്ടെ. തുടരുക. ശരി, സുപ്രീം കോടതിയുടെ വിധി വന്നുകൊള്ളട്ടെ. പരിപൂർണന്റെ വിധി അന്തിമമാണെന്ന് താങ്കൾ ഛടിക്കരുത്. സുപ്രീം കോടതിയുടെ വിധി വരട്ടെ. സുപ്രീം കോടതിയുടെ പരിഗണനയിലാണല്ലോ. ആര് പറഞ്ഞു? ഹാജി അലിയുടെ വിധിയാണ്. ഹാജി അലിയുടെ വിധി അന്തിമമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ വാദഗതി മുന്നോട്ട് വെക്കാനുള്ള അവസരം തരുന്നില്ല. ഏത് വാദഗതി? ഞാൻ 91 വിധി അന്തിമമാണെന്ന് പറഞ്ഞു. ഹാജി അലിയുടെ വിധി അന്തിമമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാകും. എന്ത് അജണ്ട ശ്രീ രാഹുൽ ഈശ്വർ? ഹാജി അലി കേസിലെ വിധി അന്തിമമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഔദ്യോഗികമായി തന്നെ ആഴ്ചകൾക്ക് മുൻപ് വന്ന ഒരു വിധി ഭരണഘടനാ തത്വങ്ങളെ എങ്ങനെയാണ് കോടതി സൂചിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത്. താങ്കൾ 90കളുടെ തുടക്കത്തിലെ വിധി പറഞ്ഞു. ശരി, ഇപ്പോഴും കേസ് നടക്കുകയാണല്ലോ. സുപ്രീം കോടതിയിൽ കേസ് നടക്കട്ടെ. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വിശ്വാസ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 14 മുകളിലാണെന്ന് വിധിക്കുന്നെങ്കിൽ വിധിക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം സുപ്രീം കോടതിയിൽ എന്ത് നടക്കും എന്നുള്ളതല്ലല്ലോ, മറിച്ച് ഇപ്പോൾ നടക്കുന്ന ക്യാമ്പയിനാണ്. തുടരുക. ശ്രീമതി പാർവതി അഭിനേത്രിയും ടെലിവിഷൻ അവതാരകയുമാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീമതി പാർവതി, നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകളാണ് റെഡി ടു വെയിറ്റ് എന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: ശബരിമല ക്ഷേത്രത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രവേശിക്കേണ്ടതില്ല, ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് എപ്പോൾ പോകാനാകുമോ ആ പ്രായം ശാരീരികമായി എത്തുന്ന വേളയിൽ ഞങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കൊള്ളാം. അക്കാര്യത്തിലൊരു എക്സിക്യൂട്ടീവ് ഓർഡറോ ജുഡീഷ്യൽ ഓർഡറോ ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലെ ആർക്കുമില്ലേ? വിശ്വസിക്കാനുള്ള അവകാശം ആർക്കും ഉണ്ട്. ശബരിമലയുടെ കാര്യം ഞാൻ എന്റെ ഒരു മനസ്സിലുള്ള അഭിപ്രായം പറയാം. ഇപ്പൊ റെഡി ടു വെയിറ്റ് ആണോ, ഇത് കയറണോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടാൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്: ശബരിമല എന്ന് പറയുന്നത് ഒരു അഭീഷ്ടസിദ്ധിക്ക് പോകുന്ന ഒരു ക്ഷേത്രമല്ല. ഹിന്ദു മതത്തെ അല്ല നമ്മൾ അടുത്ത് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുമ്പം ഇതിനകത്ത് പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ചെയ്തതിനേക്കാളും എനിക്ക് വേണ്ടത് വേണ്ടാത്തത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ശബരിമലയിൽ പോകേണ്ടതിന് ആണായാലും പെണ്ണായാലും ഒരു ചിട്ടയുണ്ട്. അതായത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും 41 ദിവസം ദീക്ഷ എടുക്കുകയാണ്. അതായത് സന്യാസം, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി 41 ദിവസം. അവിടുത്തെ 18 പടി കയറുമ്പോൾ ആദ്യത്തെ 5 പടി എന്ന് പറയുന്നത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളും, പിന്നെ ഉള്ളത് അഷ്ടരാഗങ്ങളും, അതായത് കാമക്രോധം, മതം, മാത്സര്യം, ഡംബ്, സൂയ തുടങ്ങിയതും,
പിന്നെ സത്വഗുണങ്ങൾ, 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, അതായത് സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം, പിന്നെ വിദ്യ, അവിദ്യ. ഇത് ഇത്രയും നമ്മൾ കൈയടക്കി, നമ്മൾ അതിനെ വശപ്പെടുത്തി എന്ന് പറയുന്നതാണ് ഈ 18 പടി. അപ്പൊ അതിനുവേണ്ടി 41 ദിവസം ദീക്ഷ എടുക്കുന്നതാണ് ഇതിന്റെ ഒരു സമ്പ്രദായം. ഈ ദീക്ഷ എടുക്കാൻ സ്ത്രീകൾക്ക് ഈ ഫെർട്ടിലിറ്റി പീരീഡിൽ ബ്ലെസ്ഡ് ആയിരിക്കുന്ന ഒരു പീരീഡിൽ ദീക്ഷ എടുക്കേണ്ട ആവശ്യം സ്ത്രീകൾക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോ ആ സമയത്ത് നമ്മൾ അല്ലാതെ തന്നെ സ്വധർമ്മം ആരാധന, നമ്മൾ എന്താണോ നമ്മളുടെ ധർമാനുഷ്ഠാനം ആ സമയത്ത് അത് ആരാധനയാണ്, ദീക്ഷയെക്കാളും വലുതാണ് എന്നാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ സാധാരണ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ദളിതർക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതൊരു അടിച്ചമർത്തലാണെന്ന് പറഞ്ഞാണ് ഈ ക്യാമ്പയിൻ. സത്യത്തില് എല്ലാ കാലത്തും സവർണ സ്ത്രീകളും പോയിരുന്നില്ല. ഇത് അതുമായിട്ടൊന്നും ബന്ധപ്പെട്ട കാര്യമല്ല, ദീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഒരു സന്യാസം ഒരു ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന പ്രസവിക്കുകയും ആർത്തവമുള്ള സ്ത്രീയെ അല്ലെങ്കിൽ അങ്ങനെ ബന്ധമൊക്കെയുള്ള സ്ത്രീകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിനകത്തൊരു തർക്കവും ഇല്ല, അത് അങ്ങനെ തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ് ദീക്ഷ എടുക്കേണ്ട പ്രായത്തിൽ എന്ന് പറയുന്നത്. കുഞ്ഞായിരിക്കുമ്പോ പോവാം, പ്രായമായിരിക്കുമ്പോ പോവും. സ്ത്രീകൾക്ക് ശബരിമലയിൽ തടസ്സമില്ല പോകുന്നതിന്, പക്ഷെ ഈ പ്രായത്തിൽ പോകേണ്ട കാര്യമില്ല, ദീക്ഷ എടുക്കേണ്ട കാര്യമില്ല എന്നുകൊണ്ടാണ് ശബരിമലയിൽ പോവാത്തത്. ഇപ്പൊ പക്ഷെ എന്താന്ന് വെച്ചാൽ ശബരിമലയിൽ പോകുന്നത് എനിക്കിഷ്ടമാണ്, ശബരിമലയിൽ പോവാൻ, അല്ലെങ്കിൽ എല്ലാവരും പോകുന്നോണ്ട് ഞാനും പോകുന്നു എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. സ്വാമി സന്ദീപാനന്ദഗിരി, ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2 ക്യാമ്പയിനുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, റൈറ്റ് ടു പ്രേ, പ്രാർത്ഥിക്കാനുള്ള അവകാശം. 2, റെഡി ടു വെയിറ്റ്, കാത്തിരിക്കാൻ തയ്യാറാണ്. ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമൊക്കെ ഉയർന്നു വന്ന് സ്ത്രീകൾ അവിടേക്ക് കയറുക എന്നുള്ളതിനെ യാഥാർത്ഥ്യമാക്കേണ്ട കാര്യമുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. കാരണം റെഡി ടു വെയിറ്റ് പണ്ടും ഇതേപോലെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ആളുകളോട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ക്ഷേത്രത്തിലേക്ക് ആർക്കാ പ്രവേശനം ഉണ്ടായിരുന്നത് നമുക്കതൊക്കെ അറിയുന്നതല്ലേ, ചരിത്രം. എല്ലാവരും പുരുഷന്മാർ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ടില്ലല്ലോ. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 20 എന്നാണോ അയ്യപ്പൻ്റെ നടയിൽ എഴുതി വെച്ചത്? അല്ലല്ലോ, അവിടെ തത്വമസി എന്നാണ്. അതിനെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ ഗ്യാസാണോ? പിന്നെ ആർട്ടിക്കിൾ നിയമം പഠിക്കാനാണോ ശബരിമലയിൽ പോകുന്നത്? നമ്മൾ ശബരിമലയെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുമ്പം ധർമ്മശാസ്ത്രത്തെ തന്നെ വേണം അവലംബമാക്കി ചർച്ച ചെയ്യാൻ. കാരണം നമ്മൾ ഈ നിയമം, കോടതി വിധികളെ പഠിച്ച ഒരാളല്ല. പക്ഷേ സനാതന ധർമ്മത്തിൽ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ യുവതിയെന്നോ യുവാവെന്നോ അതിനേതെങ്കിലും പ്രായഭേദമന്യേ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വിലക്കുള്ളതായിട്ട് പറയപ്പെടുന്നില്ല. കാരണം ശബരിമലയിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? നമ്മൾ പറയുന്നത് ഇപ്പോൾ നമുക്കത് പല വഴിയിൽ ചിന്തിക്കാം. എന്താണ് അവിടെ യുവതികൾക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്? നമുക്കൊരു കാര്യം ചെയ്യാം, 364 ദിവസവും തുറന്നു കൊടുക്കാം. എന്തുകൊണ്ടായിക്കൂടാ? കാരണം അവിടെ അങ്ങനെ പാടില്ല എന്നൊരു നിയമം ഇല്ലല്ലോ. ഇതിനൊക്കെ നമ്മൾ നോക്കേണ്ടത് എന്താ? അതിൻ്റെ അടിസ്ഥാനമായ ധർമ്മശാസ്ത്രം. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ തന്ത്ര സമുച്ചയവും ശേഷ സമുച്ചയവും. അതിന് ഗ്യാസ് നല്ല പറയേണ്ടത്, അത് ധർമ്മശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാനമായ പ്രമാണമാണ്. തന്ത്രിമാര് നോക്കുന്നത് ആർട്ടിക്കിൾ 25 അല്ല, കർമ്മങ്ങൾ. എന്താണ് ശ്രീ രാഹുൽ ഈശ്വർ അതിന് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം? അതിന് മറുപടി പറയണം. മറുപടി പറയൂ, എന്നിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. 364 ദിവസവും തുറന്നു കൊടുക്കണം. അതിന്റെ അടിസ്ഥാനം ധർമ്മശാസ്ത്രമല്ല, പിണറായി വിജയനും CPI-യുമാണ്. അത് കാവിയല്ല, ചുവപ്പാണ് ഉള്ളിലിട്ടിരിക്കുന്നത്, വെളിയിലെ കാവി ഇട്ടിട്ടുള്ളൂ. ഈ ഉടായിപ്പൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാകും. ഞാൻ ആദ്യം വേണ്ട കാവിയിട്ട ഒരാളെ പറയിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. ഈ തള്ളൽ പ്രസ്ഥാനം കൊണ്ടൊന്നും ആൾക്കാർ വീടില്ല. അദ്ദേഹത്തിന് നിയമം പഠിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടുന്ന് 2 സംസ്കൃത ശ്ലോകങ്ങൾ കോട്ട് ചെയ്തിട്ട് ഇതെല്ലാം ധർമ്മശാസ്ത്രമാണെന്ന് പറയുന്നത്. ഇത് വൈദികമായൊരു വഴിയല്ല, ഇത് താന്ത്രികമായൊരു വഴിയാണ്. ഇതിൽ തന്ത്രി എന്ന് പറയുന്ന ആചാര്യന്, തന്ത്രി എന്ന് പറയുന്ന വ്യക്തിക്കാണ്, DTയുടെ ഫാദറാണ്. അതായത് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ദേവതാ സങ്കല്പത്തിന് വേണ്ടിയാണ്, സങ്കല്പത്തിന് വേണ്ടിയാണ്. തന്ത്രി DTയുടെ ഫാദറാണ്. ഇതൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസ് കൂടിയാണ്. അങ്ങനെ പറയുന്നതിന്റെ കാര്യം, ഹിന്ദു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് അല്ല. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ഖുറാൻ ഉള്ളതുപോലെ, ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് ബൈബിൾ ഉള്ളതുപോലെ ഹിന്ദുവിന് ഒരു ടെക്സ്റ്റ് ഇല്ല, 1000 ടെക്സ്റ്റുകളുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ വൈവിധ്യവും അതാണ്, ഏറ്റവും വലിയ ന്യൂനതയും അതാണ്. എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഓരോ കാലത്തിൽ ഇതേപോലെ ഓരോ തള്ളൽ പ്രസ്ഥാനത്തിലെ ആൾക്കാർ വന്ന് ഏതെങ്കിലും ഒരു ടെക്സ്റ്റിലെ വരി ഉദ്ധരിച്ച് മറ്റൊരു ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യും.
ഫുട്ബോൾ കളിക്കുമ്പോൾ ബാസ്കറ്റ് ബോളിന്റെ നിയമങ്ങൾ അപ്ലൈ ചെയ്യും. എന്നിട്ട് പറയും എന്തുകൊണ്ട് ഫുട്ബോളിൽ കൈകൊണ്ട് ബോൾ എടുത്തുകൂടാ, എന്തുകൊണ്ട് ബോൾ ഓടിക്കൊണ്ടുപോയി ഫുട്ബോളിലെ ആ ഗോളിലേക്ക് ഇട്ടുകൂടാ, ബാസ്കറ്റ് ബോൾ ചെയ്യാമല്ലോ, ഫുട്ബോൾ ചെയ്തുകൂടാ. സാധാരണ വിശ്വാസികളായ ഹിന്ദുക്കളാണ് ശക്തമായി വരുന്നത്. ശരി സ്വാമി, അങ്ങയുടെ മറുപടി. അഭിലാഷേ, അതെ തീർച്ചയായിട്ടും അഭിലാഷേ, നമ്മുടെ ചോദ്യം രാഹുൽ ഈശ്വറിനോട്, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ അത് പൂജ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. രാഹുൽ ഈശ്വറിന്റെ അച്ഛനും അച്ചാച്ചനും ഒക്കെ ഇത് ചെയ്യുന്നവരാണ്. അവര് ഈ ശാസ്താവുമായിട്ട് ബന്ധപ്പെട്ട, ശാസ്താവ് എന്നല്ല, ഏത് ക്ഷേത്രത്തിന്റെയും പൂജാതി കർമ്മങ്ങളുടെ അടിസ്ഥാന പ്രമാണം എന്താണ്? അതിനെയാണ് നമ്മൾ ഉദ്ധരിച്ചത്. അതിന്റെ പേര് തന്ത്രസമുച്ചയം എന്നാണ്. നമ്മൾ ഭഗവത്ഗീതയോ ഉപനിഷത്തോ ഒന്നും പറഞ്ഞിട്ടില്ല. തന്ത്രസമുച്ചയം. അദ്ദേഹം പറയട്ടെ, തന്ത്രസമുച്ചയമല്ല കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഈ കാര്യങ്ങളെ നിശ്ചയിക്കുന്നതിന്റെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയട്ടെ. തന്ത്രസമുച്ചയോ ശേഷസമുച്ചയമോ അല്ല ശബരിമലയുടെ കാര്യത്തിൽ താന്ത്രിക വിധിയുടെ, താന്ത്രിക കർമ്മങ്ങൾക്ക് അടിസ്ഥാനം എന്ന് രാഹുൽ ഈശ്വർ പറയട്ടെ. ചർച്ച മുന്നോട്ട് കൊണ്ടുപോവാലോ, അത് പറയട്ടെ. അത് പറയുമോ ശ്രീ രാഹുൽ ഈശ്വർ? എനിക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യമാണ്. തന്ത്രസമുച്ചയത്തിൽ അയ്യപ്പൻ എവിടെയുണ്ട്? തന്ത്രസമുച്ചയത്തിൽ അയ്യപ്പൻ എവിടെയുണ്ട്? തന്ത്രസമുച്ചയത്തിൽ ശാസ്താവേ ഉള്ളൂ. അയ്യപ്പനാണ്, മണികണ്ഠസ്വാമിയാണ് 1000 വർഷം മുമ്പ് ആ തീർത്ഥാടനം ക്രോഡീകരിച്ചത്. ശാസ്താവിനെയും അയ്യപ്പനെയും രണ്ടായി അറിയാത്ത ഒരാളാണ് ഇത് പറയുന്നത്. ധർമ്മശാസ്ത്ര പ്രതിഷ്ഠയിലേക്ക് അയ്യപ്പസ്വാമി വിലയം ചെയ്യുകയും, അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ശൈവ വൈഷ്ണവ അല്ലെങ്കിൽ ശൈവരായിട്ടും വൈഷ്ണവരായിട്ടും ഈ നാട്ടിലെ ഹിന്ദുക്കൾ വിഘടിച്ചു നിന്നപ്പോ രണ്ടുപേരെ ഒന്നിപ്പിച്ച വ്യക്തിയാണ് അയ്യൻ പ്ലസ് അപ്പൻ. ഈ അയ്യപ്പൻ, ഈ മണികണ്ഠസ്വാമി ധർമ്മശാസ്ത്ര വിഗ്രഹത്തിലേക്ക് വിലയം ചെയ്തതിന് ശേഷം അയ്യപ്പ ഭാവത്തിലാണ് ആദരിക്കുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു ഉപകാരം ചെയ്യണം. യൂട്യൂബിൽ പോയി, ഗൂഗിളിൽ പോയി സ്വാമി സന്ദീപാനന്ദഗിരി ശബരിമല എന്ന് നോക്കണം. 6 വർഷം മുമ്പ് ശബരിമലയിലെ ആചാരങ്ങൾ ശാസ്ത്രീയമാണെന്നും അവിടെ സ്ത്രീകൾ പോണ്ടെന്നും ഇത് വളരെ സയന്റിഫിക്കലി ക്രോഡീകരിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം പറയുന്നത് കാണാം. ഇതൊക്കെ കൈയടിക്ക് വേണ്ടിയുള്ള നമ്പറുകളാണ്. നമുക്ക് വസ്തുതാപരമായി മാത്രമേ സംസാരിക്കാൻ പറ്റൂ. സ്വാമി, ഇനി അതിനുള്ള മറുപടി. അതെ, നമ്മൾ 6 വർഷം മുമ്പ് എന്താണോ പറഞ്ഞത് അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ആ യൂട്യൂബിൽ ഒരു ഇന്റർവ്യൂ നിങ്ങൾ ആര് വേണമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കാര്യം ക്ലിയർ ആവും. അവിടെ നമ്മളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പറയുന്നത് യുവതി എന്നോ യുവാവെന്നോ യാതൊരു ഭേദവും കൂടാതെ ഏത് സന്നിധിയിലും നോക്കൂ. ശബരിമലയിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ആചാരമല്ലേ ഈ ഹരിവരാസനം പാടിയിട്ട് അയ്യപ്പനെ ഉറക്കുന്നത്, പടിപൂജ. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതാ. അതിന്റെ ശരിയായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലും അത് കാണില്ല. ശാസ്താവ് എന്നത് തന്നെയാണ് പ്രതിഷ്ഠ. ശാസ്താവിനാണ് അവിടെ അഭിഷേകാദികളും പൂജാദികളും മന്ത്രങ്ങളും മൂലമന്ത്രങ്ങളും ഒക്കെ. അയ്യപ്പൻ ശാസ്താവ് എന്നുള്ളത് നമുക്ക് വേറെ തന്നെ നല്ലൊരു ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ വിഷയം അതല്ലല്ലോ. ഇവിടെ സ്ത്രീ പ്രവേശനം, യുവതീ പ്രവേശനമാണ് വിഷയം. ആ യുവതികൾക്ക് എന്തെങ്കിലും തടസ്സം ഇനി അയ്യപ്പൻ്റെതാണെങ്കിൽ അതിന് ഇവരൊരു പ്രമാണം പറയട്ടെ, നമ്മൾ ആ പ്രമാണം എടുത്ത് നോക്കാം. ഇത് ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന വിദ്യയൊന്നുമല്ലല്ലോ, രഹസ്യമായിട്ട് എവിടെയും വെച്ചതാണോ? രാഹുൽ ഈശ്വർ പറയൂ, അയ്യപ്പനെ കുറിക്കുന്ന ഏത് ഗ്രന്ഥമാണ് പരിശോധിക്കേണ്ടതെന്ന് രാഹുൽ ഈശ്വർ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. രാഹുൽ ഈശ്വറിനോട് നമ്മൾ ഒരു ചെറിയ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. എന്താണ് ഈ അയ്യപ്പ ക്ഷേത്രത്തിലെ ധ്യാന ശ്ലോകം? അതൊന്ന് പറയൂ. എന്നിട്ട് നമ്മൾക്ക് അത് നോക്കാലോ, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ അയ്യപ്പന്റെ, നിങ്ങൾ പറയുന്ന അയ്യപ്പനാണെങ്കിൽ ആ ധ്യാന ശ്ലോകം, ഏത് ധ്യാന ശ്ലോകമാണ് അവിടെ തന്ത്രി അയ്യപ്പനെ ധ്യാനിക്കുന്നത്? അത് രഹസ്യമൊന്നുമല്ലല്ലോ. അതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. പറയൂ രാഹുൽ. ശ്രീ സന്ദീപാനന്ദഗിരി കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് കോട്ട് ചെയ്ത ധ്യാന ശ്ലോകം കള്ളമാണ്. ശ്രീ കാളിദാസ ഭട്ടതിരി അടക്കം എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനതുകൊണ്ട് ഡീറ്റെയിൽ ആയി റിസർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ധ്യാനയിൽ ചാരു ജഡാനി ബദ്ധ മകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രോദ്യം പ്രസന്നവദനം ജാനുസ്ത ഹസ്തകരം മേഘശ്യാമള കോമളം സുരന്തരം ശ്രീയോഗ പട്ടാഞ്ചിതം വിനാശന പ്രപഞ്ചയെ സുഷമം ശ്രീ ഭൂതനാഥം വിഭും. ഇതാണ് അവിടുത്തെ ധ്യാന ശ്ലോകം. സ്വാമിജി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കള്ളമാ. ഇങ്ങനെ കള്ളം പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കല്ലേ.
ഇത് ഏത് തന്ത്രിയോട് ചോദിച്ചാലും നിങ്ങൾ പറയുന്ന കള്ളമാണെന്ന് പറയും. അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം നൈഷ്ഠിക ബ്രഹ്മചര്യമാണെന്ന് പല തന്ത്രിമാരും പറഞ്ഞത്. സ്വാമി പറയൂ, ഇതിനൊരു അവസരം തരണം. സ്വാമി പറയൂ. ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് നമുക്ക് പറയാൻ ഒരു അവസരം തരണം. കാരണം ഇത് കേൾക്കുന്ന പ്രേക്ഷകര് നിങ്ങൾ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കുക. നിങ്ങൾക്ക് അയ്യപ്പൻ എന്ന അതായത് നമ്മുടെ ഇതിൽ നമുക്ക് റിസർച്ച് ചെയ്ത് കിട്ടാവുന്ന ഒന്ന് പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ഒന്നാണ്. ഈ പുരാണിക് എൻസൈക്ലോപീഡിയയിൽ ശാസ്താവ് എന്ന നാമവും അയ്യപ്പൻ എന്ന നാമവും എടുക്കാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട്, ഈ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന പേരിൽ മാധവജി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. RSSന്റെ വലിയ നേതാവാണ് അദ്ദേഹവും. ആ പുസ്തകത്തിൽ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന പുസ്തകത്തിൽ അയ്യപ്പന്റെ ധ്യാന ശ്ലോകം എന്താണ് എന്ന് എഴുതിയിട്ടുണ്ട്. തന്ത്ര സമുച്ചയത്തിൽ അയ്യപ്പന്റെ ധ്യാന ശ്ലോകം എന്താണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, നമ്മളായിട്ടൊരു ശ്ലോകം എടുത്ത് എഴുതിയിട്ടില്ല. ഈ ധ്യാന ശ്ലോകം ഇപ്പം രാഹുൽ പറഞ്ഞ ധ്യാന ശ്ലോകം കള്ളമാണ്. കാരണം അത് എവിടെയും കാണാൻ കിട്ടുന്നതല്ല. അത് എവിടെയാണെന്നൊന്ന് പറയൂ. ഏതെങ്കിലും ഭട്ടത്തിരി പറഞ്ഞു പറയൂ. രാഹുൽ ഈശ്വർ പറഞ്ഞതാണോ സന്ദീപാനന്ദഗിരി പറഞ്ഞതാണോ? സന്ദീപാനന്ദഗിരി പറഞ്ഞതാണോ രാഹുൽ ഈശ്വർ പറഞ്ഞതാണോ ശരിയെന്ന് ഈ നാട്ടിലെ തന്ത്രിമാരോട്, ഈ നാട്ടിലെ ആചാര്യന്മാരോട് വെക്കണം. ഇല്ലെങ്കിൽ നാളെ സന്ദീപാനന്ദഗിരിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കാവി ഊരി വെക്കണം. ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഈ പരിപാടി നിർത്തണം. ഞാൻ നാളെ സന്ദീപാനന്ദഗിരിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാണ്. റിപ്പോർട്ടിലെ അഭിലാഷ് ഇത് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ കാവി ഊരി വെക്കണം. ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഈ ഉഡായിപ്പ് പരിപാടി നിർത്തണം. രാഹുലെ, ഇത് എനിക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന വിഷയമല്ല. ഈ നാട്ടിലെ പ്രമുഖ തന്ത്രിമാരോട് ചോദിച്ച് ശ്രീ അഭിലാഷ് ചെയ്യട്ടെ. പേടിക്കുന്ന എന്തിനാ? അല്ല, എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് അറിയാത്ത വിഷയമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്വാമി, ധ്യാന ശ്ലോകം ഏതാണ്? അഭിലാഷ് അല്ല, അഭിലാഷ് അവിടുത്തെ തന്ത്രിമാരെ ആചാര്യന്മാരെ വിളിച്ചു ചോദിക്കൂ. സ്വാമി സന്ദീപാനന്ദഗിരി അങ്ങ് പറയൂ. നമ്മൾ പറയുന്നത് അഭിലാഷ് തന്ത്രസമുച്ചയം എന്ന ആധികാരിക ഗ്രന്ഥത്തിൽ, കാരണം തന്ത്രസമുച്ചയമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളെ കുറിച്ച് പറയുന്നത്. അതിലെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയുക വിഷ്ണുവിനെ കുറിച്ചാണ്. വിഷ്ണു, പിന്നെ അതുപോലെ തന്നെ അതായത് നാരായണൻ എന്നുള്ള സങ്കല്പത്തിൽ, പിന്നെ ശിവൻ, പിന്നെ ശിവനും വിഷ്ണുവും ചേർന്നിട്ടുള്ള ഹരിനാരായണൻ. അദ്ദേഹം പറയട്ടെ. രാഹുൽ, സ്വാമി പറയൂ. അല്ല, ഈ 7 മൂർത്തികളെ കുറിച്ചാണ് തന്ത്രസമുച്ചയത്തിൽ പറയുന്നത്. കാരണം അതിപ്പോ എന്തിനിപ്പോ ഇതൊന്നും രഹസ്യമല്ലല്ലോ അഭിലാഷേ. തന്ത്രസമുച്ചയം പുസ്തകം മേടിക്കാനുണ്ട്, ഇഷ്ടംമാതിരി കിട്ടാനുള്ള പുസ്തകമാണ്. അത് സംസ്കൃതത്തിലെ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട് പഴയ വേർഷൻ. അതല്ലാതെ മലയാളത്തിൽ തന്നെ ഉണ്ട്. ഇനി ഒന്നും വേണ്ട. ക്ഷേത്ര ചൈതന്യ നമ്മൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നതാണ് ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറയുന്ന പുസ്തകം. ഈ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന പുസ്തകത്തിൽ എല്ലാ മൂർത്തികളുടെയും ധ്യാന ശ്ലോകവും അയ്യപ്പന്റെ മൂലമന്ത്രവും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അവസാന ഭാഗം നോക്കാവുന്നതാണ്. നമ്മൾ കളവ് പറഞ്ഞതല്ല. ഒരിക്കലും അങ്ങനെ ഒരു ധ്യാന ശ്ലോകം തെറ്റായി നമ്മൾ ഉണ്ടാക്കി ജനങ്ങളെ എന്തിനാ കബളിപ്പിക്കുന്നത്? അതിലെ അർത്ഥം മാധവജി പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി, അക്കാര്യത്തിലെ തർക്കം അവസാനിപ്പിച്ചു. നമ്മുടെ തർക്ക വിഷയം, നമ്മുടെ ചർച്ചാ വിഷയം അയ്യപ്പന്റെ ധ്യാന ശ്ലോകം ഏത് എന്നുള്ളതല്ല താനും. നമ്മൾ തർക്കം അവസാനിപ്പിച്ചു. ഇതാണ് പ്രധാനം. ഇതിൽ അല്ല, അതല്ല പ്രധാനം. രാഹുൽ, താങ്കളുടെ പോയിന്റ് പറഞ്ഞു, സ്വാമി അദ്ദേഹത്തിന്റെ പോയിന്റ് പറഞ്ഞു. നിങ്ങൾക്ക് ഈ ചർച്ച തുടരാം. അല്ലല്ല, പൊതുമണ്ഡലത്തിൽ നിങ്ങൾക്ക് ഈ ചർച്ച തുടരാം. അഭിലാഷ്, എനിക്ക് 30 സെക്കൻഡ് തരണം. ശരി, പറയൂ. ശരി 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 അല്ലല്ല, അഭിലാഷ്, അങ്ങയോടാണ് എന്റെ റിക്വസ്റ്റ്. ശ്രീ അഭിലാഷ് അടക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഇത് ശബരിമലക്കെതിരെയുള്ള മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ആണ്. ശ്രീ അഭിലാഷോ റിപ്പോർട്ടറിലെ അപർണയോ വിജയകുമാറോ നാളെ ഏതെങ്കിലും തന്ത്രിയോട് ചോദിച്ച്, ഏതെങ്കിലും ആചാര്യനോട് ചോദിച്ച് ശബരിമലയിലെ ധ്യാന ശ്ലോകം എന്താ, അവിടുത്തെ അയ്യപ്പന്റെ ധ്യാന ശ്ലോകം എന്താന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കണം. അഥവാ രാഹുൽ ഈശ്വർ പറഞ്ഞ തെറ്റാണെങ്കിൽ സന്ദീപാനന്ദഗിരിയുടെ കാലിൽ തൊട്ട് മാപ്പി ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ സന്ദീപാനന്ദഗിരി തിരിച്ചൊന്നും ചെയ്യേണ്ട, ആ കാവി ഊരി ഹിന്ദുക്കളെ പറ്റിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. നമ്മുടെ വിഷയം അതല്ല ശ്രീ രാഹുൽ ഈശ്വർ. നിങ്ങൾക്ക്
നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് താങ്കൾക്കും സന്ദീപ് ആനന്ദഗിരിക്കും താല്പര്യമുള്ള വിഷയമാണ്, നിങ്ങൾ ഇക്കാര്യത്തിൽ പൊതുസംവാദം തുടരൂ. അക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു മാധ്യമം എന്നുള്ള നിലയിൽ ഏതാണ് ധ്യാന ശ്ലോകം, ഏതല്ല ധ്യാന ശ്ലോകം, അങ്ങനെ ഒരു തർക്കത്തിന് താല്പര്യമില്ല, അത് വിട്ടേക്കൂ. ശ്രീമതി ശാലീന, നോക്കൂ, ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. ആ ക്യാമ്പയിൻ ഞങ്ങൾ കാത്തിരിക്കാം എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്? സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നിരുന്ന കാലത്ത് അങ്ങനെ കാത്തിരിക്കാം എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ കേരളം ഉണ്ടാകുമായിരുന്നോ? വൈക്കം ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡിലൂടെ അവർക്ക് നടക്കാൻ കഴിയില്ലായിരുന്നു. അന്ന് ആ നേതാക്കൾ കാത്തിരിക്കാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനമില്ലായിരുന്നു എല്ലാ ജാതി വിഭാഗങ്ങൾക്കും. അന്ന് കെ കേളപ്പനും എ കെ ഗോപാലനും പി കൃഷ്ണപിള്ളയും ഒക്കെ നമുക്ക് കാത്തിരുന്ന് നോക്കാം എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ കാത്തിരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിലോമകരമായ ഒന്നല്ലേ? അങ്ങനെ പറഞ്ഞുകൂടാ അഭിലാഷ്. കാരണം ക്ഷേത്രപ്രവേശനത്തിൽ സ്ത്രീകളെ മുഴുവൻ മാറ്റി നിർത്തുന്നില്ല. ഇവിടെ യുവതികൾ ആയിട്ടുള്ള സ്ത്രീകളെ മാത്രം മാറ്റി നിൽക്കുമ്പോൾ അതിന് ഒരു കാരണം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ വീടുകളിൽ അമ്പലത്തിൽ പോകുന്ന, ശബരിമലയിൽ ദീക്ഷയെടുത്ത് പോകുന്ന അയ്യപ്പന്മാരുള്ളപ്പോൾ ആർത്തവ സമയത്ത് സ്ത്രീകൾ വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ കാത്തുകൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അല്ല, ശരിയാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. ആചാരം അങ്ങനെയാണ്. അവർണർ ക്ഷേത്രത്തിന്റെ ഇത്ര വാര അകലെ നിൽക്കണം എന്ന് പറയാനും ആചാരവും ന്യായവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്ന് പറയാനും ആചാരവും ന്യായവും ഉണ്ടായിരുന്നില്ലേ? അതിനെയൊക്കെ പൊട്ടിച്ചെറിയാമെങ്കിൽ ഇപ്പോൾ മാമൂലുകൾ വരുമ്പോൾ എന്താണ് പ്രശ്നം? ഇല്ല, യാതൊരു ന്യായവും ഇല്ലാതെ അല്ലല്ലോ ക്ഷേത്രപ്രവേശനം നിഷിദ്ധമാക്കിയത്. അവർണരെ കയറ്റാതിരുന്നതും സ്ത്രീകൾ ഇവിടെ കയറ്റാതിരിക്കുന്നില്ല എന്നുള്ളതാണ് വീണ്ടും എനിക്ക് പറയാനുള്ളത്. സ്ത്രീകളെ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായത്തിൽ കയറ്റുന്നില്ല എന്നതൊഴിച്ചാൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമല്ല ശബരിമല. ആ സമയം വരെ കാത്തിരിക്കാൻ തയ്യാറാകുന്ന വിശ്വാസികളായ സ്ത്രീകൾ തയ്യാറാകുമ്പോൾ എന്താണ് അതിലുള്ള ബുദ്ധിമുട്ട്? ഇല്ല, അതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ വേറൊരു വിശ്വാസിയായ സ്ത്രീ കാത്തിരിക്കാൻ തയ്യാറല്ലാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ചെന്നാൽ അവരെ തടയുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘടകം. അതല്ലാതെ വിശ്വാസികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസമാർഗം സ്വീകരിക്കാം. അതിന് ഭരണഘടന അനുമതി നൽകുന്നുണ്ടല്ലോ. അതെ, അത് അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസമാർഗം സ്വീകരിക്കാം. അത് അത്തരത്തിൽ വിശ്വാസമാർഗങ്ങളുള്ള അമ്പലത്തിലേക്ക് അവർക്ക് പോകാം. സ്വാമി അയ്യപ്പന്റെ എല്ലാ അമ്പലങ്ങളിലും ഈ തടസ്സമില്ല. എത്രയോ അമ്പലങ്ങൾ നമ്മൾ കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ആ അമ്പലങ്ങളിലൊക്കെ പോവാം. ശബരിമല ക്ഷേത്രത്തിൽ മാത്രമുള്ള ഈ ഒരു വിശ്വാസത്തിന്റെ കാര്യം അനുഷ്ഠിക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകൾ തയ്യാറാണ് എന്നിരിക്കെ അതിൽ ഇടപെടാൻ കോടതിക്കോ അതല്ലെങ്കിൽ മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ ഒന്നും ഇടപെടേണ്ട യാതൊരു അവകാശവും ഇല്ല. ഇത് നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ശരി, അക്കാര്യം കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ നടക്കുന്ന മുന്നേറ്റം നവോത്ഥാനപരമാണോ? അതിന്റെ സാമൂഹികത എന്ത്? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ശ്രീ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഓരോരോ കാലത്ത് രൂപം കൊണ്ടിട്ടുണ്ട്, അത് മുന്നോട്ട് പോയിട്ടുണ്ട്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തുന്നത് എന്തിനാണ്? അന്ന് പുലയരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വില്ലുവണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു, അത് നിഷിദ്ധമായിരുന്നു. നിഷിദ്ധമായതുകൊണ്ടാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്, അതല്ലാതെ അദ്ദേഹത്തിന് വില്ലുവണ്ടിയിൽ കയറാൻ പൂതി ഉണ്ടായിരുന്നത് കൊണ്ടല്ല. സഹോദരൻ അയ്യപ്പൻ എന്തിനാണ് പന്തിഭോജനം നടത്തിയത്? എങ്ങനെ നമ്മുടെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായി? അന്ന് ഈ നവോത്ഥാന നായകരൊക്കെ റെഡി ടു വെയിറ്റ് എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കേരളം? ശ്രീ അഭിലാഷ്, രണ്ട് കാര്യങ്ങൾ. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ക്രക്സ് അതാണ്. ശബരിമലയിൽ ജാതീയത ഇല്ലായിരുന്നു, ശബരിമലയിൽ വർഗീയത ഇല്ലായിരുന്നു, വൈക്കത്തിലുണ്ടായിരുന്നു. ശബരിമലയിൽ ഞാൻ പറയുന്നതല്ല, കേരള ഹൈക്കോടതി അന്നത്തെ മദ്രാസ് ഐ ജി ആയിരുന്ന പോലീസ് ചീഫ് കേശവ മേനോന്റെ റിപ്പോർട്ട് അടക്കം സൂചിപ്പിക്കുന്നത് ശബരിമലയുടെ ചരിത്രത്തിൽ ഒരിക്കലും അവർണരെ മാറ്റി നിർത്തിയിട്ടില്ല. ശബരിമലയുടെ ചരിത്രത്തിൽ ഒരിക്കലും ദളിതരെ മാറ്റി നിർത്തിയിട്ടില്ല. നൂറ്റാണ്ടുകളായി എല്ലാ ഹിന്ദുക്കളും എല്ലാ ജാതി മതത്തിലെ ആൾക്കാരും അവിടെ വന്നിരുന്നു. 1000 വർഷം മുമ്പ് ജനിച്ച നവോത്ഥാന നായകനായിരുന്നു അയ്യപ്പൻ.
അയ്യപ്പന്റെ സ്ഥലത്ത് ഇതൊന്നും നടന്നിട്ടില്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. രാജസ്ഥാനിൽ 1% രജ്പുട്ടുകളുടെ ഇടയിൽ സതി നടന്നിട്ടുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യക്കാരായ നമ്മൾ അതിനെങ്ങനെ ഉത്തരം പറയും? നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ 1% സ്ത്രീകളിൽ സതി നടന്നിട്ടുണ്ട്. അതിന് ഡൽഹിയിൽ ഇരിക്കുന്ന ഒരു ഉത്തരവാദികളാണോ? ചില സ്ഥലത്തെ അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. അത്തരം അനാചാരങ്ങൾ എതിർക്കപ്പെടണം. പക്ഷെ നമ്മുടെ നല്ല ആചാരങ്ങൾ, നല്ല അനുഷ്ഠാനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? രാഹുൽ ഈശ്വർ, വിലക്കുണ്ടായിരുന്ന ഒന്ന് എങ്ങനെയാണ് ഇല്ലാതായത്? അതിന്റെ ചരിത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ചരിത്രം ഒരിക്കലും അനങ്ങാതെ നിന്ന, കാത്തിരുന്ന ഒന്നായിരുന്നില്ല. ചരിത്രം ചലനാത്മകമായിരുന്നു. അതുകൊണ്ടാണ് മാറ്റമുണ്ടായത്, പരിവർത്തനമുണ്ടായത്. ചരിത്രത്തിൽ ആരും കാത്തുനിന്നില്ലല്ലോ. ശ്രീനാരായണ ഗുരു കാത്തുനിന്നില്ലല്ലോ, അയ്യങ്കാളി കാത്തുനിന്നില്ലല്ലോ, സഹോദരൻ അയ്യപ്പനോ EM ശങ്കരൻ നമ്പൂതിരിപ്പാടോ AK ഗോപാലനോ ഒന്നും കാത്തുനിന്നില്ലല്ലോ. ഇപ്പോൾ ഞങ്ങൾ കാത്തു നിൽക്കും എന്ന് പറയുന്നതിനെ അതുകൊണ്ടാണ് പിന്തിരിപ്പനാണെന്ന് തോന്നുന്നത്. അഭിലാഷ് 2 വ്യത്യസ്ത വിഷയങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. അഭിലാഷ് 2 വ്യത്യസ്ത വിഷയങ്ങളെ തെറ്റിദ്ധരിക്കലാണ്. ഇതിന് ബൗദ്ധികമായ മറുപടിയല്ല. ഞാൻ ഇന്നലെ അർണബ് ഗോസ്വാമി കൊടുത്ത മറുപടിയാണ് തരേണ്ടത്. അഭിലാഷ് എന്തുകൊണ്ട് സെയിന്റ് തെരേസാസ് ജോയിൻ ചെയ്യുന്നില്ല? അഭിലാഷിന്റെ ഭരണഘടനാ ലംഘനമല്ലേ? സെയിന്റ് തെരേസസ് എന്ന കോളേജിൽ പഠിക്കാൻ കഴിയാത്തത് പുരുഷനായ അഭിലാഷിന് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നൊക്കെ വാദിച്ച് അതിന്റെ പിന്നിൽ ഈ വിവേചനങ്ങളുടെ കഥയും കൂടി കൊണ്ടുവരുന്ന ഫോൾസ് നറേറ്റീവ് ബിൽഡിംഗ്, കള്ളത്തരമായ നറേറ്റീവ് ബിൽഡിംഗ് ആണിത്. ഈ കാര്യങ്ങളൊക്കെ ശബരിമലയ്ക്ക് ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ചക്കുളത്തുകാവ് നാരി പൂജയ്ക്ക് എനിക്കും അഭിലാഷിനും പോകാൻ കഴിയില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊതുവെ പുരുഷന്മാര് പൊങ്കാല ഇടാറില്ല. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് പോകാൻ തടസ്സമില്ല. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലും പുരുഷന്മാർക്ക് പോകാൻ തടസ്സമില്ല. പൊങ്കാല ഇടുന്നില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം, അത്രയേ ഉള്ളൂ. ശബരിമല പോലെയല്ല. അതേപോലെ ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകൾ പോകുന്നില്ല എന്ന് വാദിക്കാൻ കഴിയില്ല. ഈ യുവതികൾക്ക് മാത്രം ഏജ് റെഗുലേഷൻ ഉണ്ടെന്നല്ലേ അങ്ങേക്ക് വാദിക്കാൻ കഴിയൂ? അതെ, അത് തന്നെയാണല്ലോ വിവേചനം എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ആർത്തവാരംഭത്തിന് മുൻപ് അല്ലെങ്കിൽ ആർത്തവ പൂർവ്വഘട്ടത്തിൽ സ്ത്രീകളെ കടത്തുന്നുണ്ട് എന്നുള്ളതാണ് വിവേചനമില്ല എന്നുള്ളതിന്റെ വാദമായി അഭിലാഷിന് ശ്രീ ചക്കുളത്തുകാവ് നാരി പൂജയ്ക്ക് പോകാത്തത് തെറ്റാണെന്ന് അഭിപ്രായമുണ്ടോ? യെസ് ഓർ നോ? ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ പുരുഷന്മാരായ ആളുകൾ ചക്കുളത്തുകാവിൽ പോകുന്ന ഏതെങ്കിലും പുരുഷനെ അല്ല, അതൊരു ആചാരമായിരിക്കും. താങ്കൾ തന്നെ പേര് പറഞ്ഞല്ലോ, നാരി പൂജ എന്ന്. നാരി പൂജയ്ക്ക് അഭിലാഷിനെ കേട്ടില്ല. പൂജ എന്നുള്ളത് ഒരു ചടങ്ങല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ, ശബരിമല ക്ഷേത്രത്തിൽ പുരുഷന്മാരല്ലാത്തവരെ അല്ലെങ്കിൽ ആർത്തവാരംഭഘട്ടത്തിലോ ആർത്തവ പൂർവ്വഘട്ടത്തിലോ അല്ലാത്ത സ്ത്രീകളെ കടത്തില്ല. ശബരിമല ക്ഷേത്രത്തിലേക്ക് യൗവനയുക്തിയായ ഒരു സ്ത്രീയെ കടത്തില്ല. അതുമാതിരി ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലേക്ക് ഒരു പുരുഷനെ കടത്താതിരിക്കുന്നുണ്ടോ? ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഒരു പുരുഷനെ കടത്താതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ എത്ര പുരുഷന്മാരുണ്ട് ആ ക്ഷേത്രത്തിൽ? അതുമാതിരി ശബരിമല നടക്കുമ്പോൾ സ്ത്രീകളുണ്ടോ ശബരിമല ക്ഷേത്രത്തിൽ? വിവേചനമാകാമോ? ഇതൊക്കെ അത് വിവേചനമല്ലല്ലോ. നാരി പൂജ നടക്കുന്ന അമ്പല പരിസരത്ത് പുരുഷന്മാരില്ലാത്ത അവസ്ഥയില്ലല്ലോ. ചക്കുളത്തുകാവിലോ ആറ്റുകാലിലോ ശ്രീ രാഹുൽ ഈശ്വർ പുരുഷന്മാരെ കടത്താതിരിക്കുന്നില്ല. അതേപോലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഓൾറെഡി ശബരിമലയിൽ ഇല്ലേ? ഈ പ്രായത്തിനനുസരിച്ച് ഒരു കാര്യം കൂടെ, നമ്മുടെ കല്യാണം കഴിക്കുമ്പോൾ പോലും പ്രായ നിയന്ത്രണത്തിൽ വ്യത്യാസമല്ലേ? 21 വയസ്സുള്ള ഒരു പയ്യനെ കല്യാണം കഴിക്കാൻ കഴിയൂ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ കഴിയും. ഇത് ആർട്ടിക്കിൾ 14 ലംഘനമാണോ? ആർട്ടിക്കിൾ 14നെയും ആർട്ടിക്കിൾ 15നെയും ഒക്കെ ഇങ്ങനെയാണ് വായിക്കുന്നതെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യത്തെ കോളേജിൽ ചേരാനുള്ള, അതായത് വനിതാ കോളേജിൽ വനിതകൾക്ക് ചേരാൻ കഴിയുന്ന കോളേജിൽ പുരുഷന്മാർക്ക് കയറാനുള്ള സ്വാതന്ത്ര്യമായി വ്യാഖ്യാനിച്ചാൽ അതിനെ അങ്ങനെ കാണാൻ സാധിക്കൂ. അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കാണാം. എനിക്ക് ബുദ്ധിമുട്ടില്ല. ചേരുന്ന കുതർക്കമല്ലല്ലോ. എങ്ങനെയാണ് ഭരണഘടനാപരമായ അവകാശം, ഭരണഘടനാപരമായ തുല്യത, വിവേചനത്തിനെതിരായ അവകാശം ചോദിക്കുന്ന ഒരാളോട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വനിതാ കോളേജിൽ ചേരുമോ, വനിതാ ഹോസ്റ്റലിൽ പോകുമോ എന്നൊക്കെ ചോദിക്കുന്നത്? അത് തമ്മിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യാനാവുക? ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് അത് ഉന്നയിക്കാവുന്ന ന്യായമാണ്. അത് ബോധ്യപ്പെടുന്ന ആളുകൾ ബോധ്യപ്പെട്ടുകൊള്ളട്ടെ. എനിക്ക് അക്കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ലംഘിക്കപ്പെടുന്നുണ്ടോ? അഭിലാഷ് യെസ് ഓർ നോ പറയണം. മനസ്സിലായില്ല. അഭിലാഷ് യെസ് ഓർ നോ പറയണം. എന്റെ ഭരണഘടനാപരമായ അവകാശം ചക്കുളത്തുകാവ് നാരി പൂജയിൽ ലംഘിക്കപ്പെടുന്നുണ്ടോ? യെസ് ഓർ നോ? ഭരണഘടനാപരമായ അവകാശം ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ നിഷേധിക്കപ്പെടുന്ന പ്രശ്നമില്ലല്ലോ. ആ ക്ഷേത്രത്തിലേക്ക് കടക്കരുത് എന്ന് പുരുഷന്മാരെ ആരും വിലക്കിയിട്ടില്ല ശ്രീ രാഹുൽ ഈശ്വർ. അഭിലാഷ് കണ്ടോണ്ടിരിക്കുകയാണ്.
ലക്ഷക്കണക്കിന് ആൾക്കാർ റിപ്പോർട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ചോദ്യം, നാരി പൂജയ്ക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമാണ് നാളെ തയ്യാറായി വന്നാൽ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ കയറും, ഒരാളെയും തടയുന്നില്ല അവിടെ. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ചക്കുളത്തുകാവ് ദേവീ ക്ഷേത്രത്തിൽ പോയിട്ടില്ലേ? താങ്കൾ ഒരാളെയും തടയുന്നില്ല. ഹൈക്കോടതി 91 വിധിക്ക് ശേഷം തടയുന്നില്ലെന്ന് ശ്രീ രാഹുൽ ഈശ്വർ, നാളെ താങ്കൾ ചക്കുളത്തുകാവ് ദേവീ ക്ഷേത്രത്തിൽ പോകും, ആരെങ്കിലും തടയുമോ? താങ്കളെ ഇല്ലല്ലോ, താങ്കളെ ആരും തടയില്ല, ഞാൻ പോയാലും തടയില്ല. അതുപോലെയാണോ ശബരിമലയിൽ 25 വയസ്സുള്ള ശ്രീ അഭിലാഷ്, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. എന്റെ ചോദ്യം ചക്കുളത്തുകാവ് പൂജയല്ല, എന്റെ ചോദ്യം ചക്കുളത്തുകാവിലെ നാരി പൂജയാണ്, സ്പെസിഫിക് ആണ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടാകും. നമ്മൾ ക്ഷേത്രപ്രവേശനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ. ശബരിമലയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക പൂജയിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവകാശമുണ്ടെന്നല്ലല്ലോ മറുവാദം. താങ്കൾ സ്പെസിഫിക് ആയ ഒരു പൂജയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ചക്കുളത്തുകാവിൽ പ്രവേശിക്കാനുള്ള അവകാശം എന്നതുപോലെ ശബരിമലയിൽ പ്രവേശിക്കാനുള്ള അവകാശം എന്തുകൊണ്ടാണ് ആറ്റുകാലിൽ പ്രവേശിക്കാനുള്ള അവകാശം ശബരിമലയിൽ ഇല്ലാത്തതെന്നാണ്. അതല്ലാതെ ഇല്ലയോ എന്നുള്ളതല്ലോ തർക്കം. പൂജകളുടെ കാര്യത്തിൽ വിവേചനമാകാം, പക്ഷെ അമ്പലത്തിന്റെ കാര്യത്തിൽ പറ്റില്ലെന്നേ ഉള്ളൂ. അവിടെ ആചാരപരമായ കാര്യങ്ങൾ എങ്ങനെ പൂജ എന്നുള്ളതും പ്രവേശനവും തമ്മിലുള്ള ബന്ധം എന്താണ് ശ്രീ രാഹുൽ ഈശ്വർ? ഒരാൾക്ക് ഒരു സ്ഥലത്ത് പോയി ഒരു പ്ലേസിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതും അവിടുത്തെ ഏതെങ്കിലും പൂജയിൽ പങ്കെടുക്കുന്നതും തമ്മിൽ തുലനം ചെയ്യുക എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു നിമിഷം, സ്വാമി സന്ദീപാനന്ദഗിരി, ഇപ്പോൾ എല്ലാ പൂജാതി കർമ്മങ്ങളും ഒരു നിമിഷം സ്വാമി എല്ലാ പൂജാതി കർമ്മങ്ങളും എല്ലാ ആളുകൾക്കും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അങ്ങനെ ചുമതലപ്പെടുത്തപ്പെട്ട ഓരോരോ ആളുകൾ ചെയ്യുന്നു എന്നതുപോലെ ക്ഷേത്രപ്രവേശനത്തെയും കാണാൻ സാധിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പോൾ നമുക്ക് വളരെ 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 സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ് അഭിലാഷ് തന്നെ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കൂ. എവിടെയാണ് ഈ ക്ഷേത്രത്തിലെ, ഈ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം യുവതികൾക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ആധികാരികമായതുണ്ടെങ്കിൽ നമുക്കതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആരെങ്കിലും എവിടെയെങ്കിലും ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആ ധർമ്മശാസ്ത്രത്തെ മാനിക്കണം, ആചാരത്തെ മാനിക്കണം, അതൊക്കെ വേണം. ആചാരത്തിന് നിഷിദ്ധമായിട്ട് നമ്മളൊന്നും ചെയ്തുകൂടാ. അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യം താങ്കൾ നേരത്തെ ചോദിച്ചു. ഏതായാലും ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ചർച്ചയും തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ, സ്വാമി സന്ദീപാനന്ദഗിരി. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ശ്രീമതി ശാലീന.